This is to inform you that Apurva Vijay, the student of final year literature, is suspended from the campus for the period of 1 month. അപ്പോൾ എങ്ങനെയാ വിപ്ലവകാരി കാര്യങ്ങളൊക്കെ? വല്ലതും എടുക്കാനുണ്ടെങ്കിൽ എടുത്ത് സ്ഥലം കാലിയാക്കി തന്നെങ്കിൽ എനിക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യായിരുന്നു. Okay, we'll continue. Hey, what happened to you? Where are you going? Hey! So, dear friends, what I am trying to convey is very clear. എപ്പോഴും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തെ അതിൻ്റെ ഇമോഷണൽ കണ്ടന്റ് വെച്ച് അപ്രോച്ച് ചെയ്യാതിരിക്കുക. ഓൺ ദ അതർ സൈഡ്, ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം അത് മറ്റാർക്കോ സംഭവിച്ചതായിട്ട് കരുതുക. ആ ഇഷ്യൂവിൽ നിങ്ങൾ വെറും ഒരു കാഴ്ചക്കാരനോ അതോ കേൾവിക്കാരനോ ആണോ എന്ന് സ്വയം അസ്യൂം ചെയ്യുക. അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ള ചില തോട്ട്സ് ആൻഡ് വൈബ്സ് നിങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ പറഞ്ഞ് ഒഴിവാക്കുമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇൻ ദ സെയിം വേ, നമ്മൾ മറ്റൊരാളായി സ്വയം മാറി അയാളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നു. പിന്നെ ആ സൊല്യൂഷൻ നമ്മളെ കുഴപ്പിക്കുന്ന പ്രശ്നത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. സോ സിമ്പിൾ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈം ഈസ് ദ മെഷർ. എത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സർ ഫോൺ. യെസ് യെസ്. ലുക്ക് ഫ്രണ്ട്സ്, നൗ ഐ ആം ഇൻ എ പ്രോബ്ലം. മൈ വൈഫ് ഈസ് കോളിംഗ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? മറ്റൊരാൾക്കാണ് ഈ സമയം ഇങ്ങനൊരു കോൾ വന്നതെന്നും അപ്പൊ അയാൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഞാൻ ചിന്തിക്കും. Then suddenly I will be sending a message to myself and will receive an immediate reply. And the reply will be simply reject the call. So the decision was made decisively here. സർ, ഒരു സംശയം. Yes. എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനാണ് സാറിന്റെ മിസ്സസ് വിളിച്ചതെങ്കിലോ? എന്താ അത്യാവശ്യം? അതിലും വലിയ അത്യാവശ്യമല്ലേ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. Again the same problem, same remedy. Yes, let us continue. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. എങ്കിൽ അയാൾ ക്ലാസ്സിലാവും, കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചോളും. അതിനി എപ്പോഴാന്ന് പറഞ്ഞ അമ്പിമാമ? പിള്ളേരുടെ കാര്യം എന്താ ഏതാന്നറിയാതെ, കാര്യം എന്താണെന്നൊന്നും അന്വേഷിക്കുക പോലും ചെയ്യാതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. അയാൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ഗീതേ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. അല്ല, വിപിക്ക് എത്ര മണി വരെ ക്ലാസ്? ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ അവിടം വരെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുക. നീ ഇങ്ങനെ വെറുതെ ആദി പിടിച്ചിട്ട് ഒരു കാര്യമില്ല.
കുട്ടികൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടല്ലോ. എവിടെയെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് മനസ്സ് തണുക്കുമ്പോ ഇങ്ങ് പോന്നോളും. ദേ, ഇതൊന്നും അത്ര കാര്യമാക്കാനില്ലെന്നേ. അമ്പിമാമ എന്തായി പറയുന്നേ? കൂടെ പഠിക്കുന്ന ഒരുത്തന്റെ തലയടിച്ച് പൊട്ടിക്കാന്ന് വെച്ചാ നിസ്സാര കാര്യോ? അതിന് തക്കതായ എന്തെങ്കിലും കാര്യം കാണും. തക്കതായ കാര്യം? കോളേജിൽ നിന്ന് അവളെ സസ്പെൻഡ് ചെയ്തിരിക്കുക. ആ വിഷമത്തില് കുട്ടികൾ വല്ല അബദ്ധവും കാണിക്കുന്ന എന്റെ പേടി. ഈശ്വര, ആലോചിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല എനിക്ക്. ഏയ്, അപ്പു അങ്ങനെ മണ്ടത്തരമൊന്നും കാണിക്കില്ല. പോരാത്തതിന് അവൾ തനിച്ചല്ലല്ലോ. അവളുടെ സ്വഭാവം നമുക്ക് അറിയുന്നതല്ലേ ഗീതേ. ആ ചെക്കനോടും കോളേജുകാരോടുമുള്ള ദേഷ്യം തീർന്നു കാണില്ല. നീ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. അവരിങ്ങി വന്നോളും. ഞാനല്ലേ പറയുന്നേ. അല്ല, അപ്പുറത്തുള്ളവരൊന്നും അറിഞ്ഞിട്ടില്ലേ? അല്ല, അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളായിട്ടൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. എന്തിനാ അവരെയും കൂടെ വിഷമിപ്പിക്കുന്നത്? അശ്വതി മുരളിയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ വിളിച്ച് പറഞ്ഞതുപോലെ കോളേജിൽ നിന്ന് അവരെയും വിളിച്ച് അറിയിച്ചിട്ടുണ്ടാവും. ഞാൻ അശ്വതിയോടൊന്ന് ചോദിക്കട്ടെ. എന്നാ വാ, ഞാനും കൂടെ വരാം. എന്നിട്ട് നീ അവളെ വിളിച്ചു നോക്കിയോ? കൊറേ നേരമായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്, പക്ഷെ അവള് ഫോൺ എടുക്കുന്നില്ല മുരളിയേട്ടാ. അപ്പുവിനെ വിളിച്ചു നോക്കിയില്ലേ? ആ, വിളിച്ചു. അപ്പു അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. എനിക്കാകെ പേടിയാവുന്നു മുരളിയേട്ടാ. നിങ്ങളൊന്ന് വേഗം വരുന്നുണ്ടോ? നീ വിഷമിക്കാതെ, ഞാൻ ഉടനെ എത്താം. പിന്നെ വരുന്ന വഴിക്ക് ഞാൻ ആ ഗാന്ധി പാർക്കിലൊന്ന് നോക്കാം. ചിലപ്പോൾ രണ്ടുപേരും അവിടെ കാണും. ആ, ശരി ശരി, ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കണേ. ആ ശരി, വെച്ചു, ഞാൻ ഇറങ്ങുക. സൈമ, ഞാനൊന്ന് വീട് വരെ പോവാം. ഒരത്യാവശ്യ കാര്യം. ശരി സാർ. ശരി. ഇപ്പൊ ഇരുന്ന് നെഞ്ചത്തടിച്ചിട്ട് നിലവിളിച്ചിട്ട് എന്താ കാര്യം? അവനവന്റെ കൊച്ചുങ്ങളെ തൻ പാട്ടി വളർത്തണമെന്ന് എത്ര തവണ നിന്നോടും അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തിരിയെങ്കിലും അതിന് വില കൊടുത്തോ രണ്ടാളും? ഇപ്പൊ എന്തായി? വല്ലവന്റെ കൊച്ചു കാണിച്ച തെമ്മാടിത്തരത്തിന് നമ്മുടെ കൊച്ചുകൂടി സമാധാനം പറയേണ്ടി വന്നില്ലേ? അനുഭവിച്ചോ? അമ്മേ, എന്ത് കമ്മേ? അയലത്തുകാരാണെന്നും പറഞ്ഞ് തൊലയെ കയറ്റി നടക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ആ തലതെറിച്ച കൊച്ചിനെ സൂക്ഷിക്കണമെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അശ്വതി കോളേജിൽ നിന്ന് വിളിച്ചിരുന്നോ? അപ്പുവിന്റെ അപ്പൊ അവളും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. വിളിച്ചിട്ടാണെങ്കിൽ മാള് ഫോണും എടുക്കുന്നില്ല. അപ്പുവിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. മാളുവിനെ ഞാനും വിളിച്ചു നോക്കി. കുട്ടി ഫോൺ എടുത്തില്ല. എങ്ങനെ എടുക്കും? എടുക്കണ്ടെന്നേ മറ്റവളുടെ ഓർഡർ ഉണ്ടാവും. ഗീതേ, നിങ്ങളുടെ കുട്ടിയോ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. അതിന് ഇവിടുത്തെ കൊച്ചിനെ കൂടെ കൂട്ടുപിടിച്ച് നശിപ്പിക്കണം. അമ്മയൊന്നും മിണ്ടാതിരിക്കോ? ഇപ്പൊ അതൊക്കെയാണ് ഇവിടെ പറയാൻ കണ്ടത്. മുരളിയോട് വിവരം പറഞ്ഞോ അശ്വതി? ആ, ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഗീതേച്ചി, ഈ കുട്ടികൾ എന്താ ഇങ്ങനെ മനുഷ്യനെ തീ തീറ്റിക്കാനായിട്ട്? അതെ, നല്ല നാളും നേരവും നോക്കി പ്രസവിച്ചത് കൊണ്ട് മാത്രം ആയില്ല. നമ്മുടെ കുടുംബക്കാരെ അന്തസ്സിനൊത്ത് വളർത്തണമായിരുന്നു. ദേ, മാളുവിന്റെ ഫോൺ ഇപ്പോഴും റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല.